സ്വർണ്ണക്കൊള്ള പാരഡി കേസിൽ കരുതലോടെ നീങ്ങാൻ പോലീസ്. തിടുക്കപ്പെട്ട് നടപടി വേണ്ടെന്നാണ് നിലവിലെ തീരുമാനം. ഗാനം പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു. കേസിനെ രാഷ്ട്രീയമായി നേരിടാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കേസെടുക്കാൻ കാണിച്ച തിടുക്കം അന്വേഷണത്തിലില്ലെന്നാണ് പോലീസ് നീക്കത്തിലൂടെ വ്യക്തമാവുന്നത്. കൃത്യമായ തെളിവുകളില്ലാതെ തുടർ നടപടിക്ക് മുതിർന്നാൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പാരഡിക്കൊപ്പം ചേർത്തതിൽ ഗൂഢാലോചന സംശയിക്കുന്നു. വിവരങ്ങൾ തേടി പോലീസ് മെറ്റയ്ക്ക് കത്തയച്ചു. എന്നാൽ വിഷയത്തെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂടെ പ്രശ്നമാണ്. അതിന്മേലേക്കുള്ള കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ CPM കളിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ എല്ലായിടത്തും ഒരേ നിലപാടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണമെന്നുള്ള അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനുള്ളത്. പിന്നെ ഇടതുപക്ഷമൊന്നും ശബരിമല ശ്രീ ശാസ്താവിനെയും ഗണപതി ഭഗവാനെയും അതുപോലെ ആറ്റുകാൽ ദേവിയൊന്നും കളിയാക്കിക്കൊണ്ടുള്ള പാട്ടൊന്നും ഇടതുപക്ഷം ചെയ്തിട്ടില്ല. വിശ്വാസത്തിൽ ഇത്രയും താല്പര്യമുള്ളവർ സ്വർണ്ണക്കൊള്ള പ്രതികൾക്കെതിരെ നടപടിയെടുക്കാത്തത് എന്തെന്ന് വി മുരളീധരൻ ചോദിച്ചു. വിശ്വാസത്തിനെ കുറിച്ച് ഇത്രയും വലിയ താല്പര്യമുള്ള ആളുകൾ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് തന്നെ അവിടെ നടത്തിയിട്ടുള്ള വലിയ കൊള്ളക്ക് നേതൃത്വം നൽകി എന്നുള്ളതാണ്. അയ്യപ്പ സന്നിധിയിൽ നടന്ന കൊള്ളയിലെ ഭക്തരുടെ പ്രാർത്ഥനയാണ് ഗാനമെന്ന് കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരുടെ അഭിഭാഷകൻ മുഹമ്മദ് ഷായും പ്രതികരിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.